നമസ്കാരം. 16ാം കേരള നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ഏപ്രിൽ 9 നടക്കുകയാണ്. ഓർഡർ സോഫ്റ്റ്വെയറിലൂടെ ജീവനക്കാരുടെ എല്ലാം വിവരങ്ങൾ സംബന്ധിച്ച ഡേറ്റ എൻട്രി എല്ലാ സ്ഥാപനങ്ങളും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ടാകും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവനക്കാരെ തിരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നും ഒഴിവാക്കപ്പെടാറുണ്ട്. ചില വകുപ്പുകളിലെ ജീവനക്കാരെ പൂർണ്ണമായോ ഭാഗികമായോ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒഴിവാക്കാറുമുണ്ട്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ ഒഴിവാക്കുന്നതിനായി ജീവനക്കാർ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതിന് ജീവനക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അത്തരം എക്സംഷൻ അനുവദിക്കപ്പെടുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതേത് കാറ്റഗറി ജീവനക്കാരെയാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നേരിട്ട് ഒഴിവാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. വനം വകുപ്പിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെറ്ററിനറി ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാർ, കമ്പൗണ്ടേഴ്സ് അഥവാ ഫാർമസിസ്റ്റ് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മെഡിക്കൽ സ്റ്റാഫാണ്. ഡോക്ടേഴ്സ്, നഴ്സസ്, അതുപോലെ തന്നെ JPHN ഉൾപ്പെടെയുള്ള ANMs തുടങ്ങിയ ജീവനക്കാരിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ആരോഗ്യ സംബന്ധിയായ ചുമതലകൾ നിർവഹിക്കുന്നവർ ഒഴികെയുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില മെഡിക്കൽ ടീമുകളൊക്കെ രൂപീകരിക്കാറുണ്ട്. ആ മെഡിക്കൽ ടീമുകളുള്ളവരെ ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ മറ്റുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, ANMs ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ ഒഴിവാക്കിയിട്ടില്ല. അവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി വരാം. വനം വകുപ്പിൽ തന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഒഴികെയുള്ള ടെറിട്ടോറിയൽ സ്റ്റാഫുണ്ട്. ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ വിങ് ഉണ്ട്. അവരെ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെയും മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാം. ഓൾ ഇന്ത്യ റേഡിയോയിലെ ജീവനക്കാർ, അതുപോലെ തന്നെ ദൂരദർശനിലെ ജീവനക്കാർ, ഇവരെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ FCIയിലെ ജീവനക്കാർ, അവരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെഡിക്കൽ ഓഫീസേഴ്സ്, അവിടെയും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അവരൊഴികെയുള്ളവരെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്ന കൊമേഴ്സ്യൽ ബാങ്ക്സ്, അവിടെ സിംഗിൾ ഓഫീസർമാർ മാത്രമുള്ള ബ്രാഞ്ചുകളുണ്ട്. അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി വരാറില്ല. അതുപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സ്റ്റാഫ്, അവിടുത്തെ ഓപ്പറേഷണൽ ഓഫീസേഴ്സ്, ഇവരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് BSNL, ഇലക്ട്രിസിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഓപ്പറേഷണൽ അതുപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റാഫ്, അവരെ ഒഴിവാക്കാം. പക്ഷേ ഇലക്ഷൻ പർപ്പസിന് വേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അവരുടെ സേവനവും ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ബാങ്കുകൾ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നിവയിലെ ജീവനക്കാരെ കഴിയുന്നത്ര ഒഴിവാക്കാൻ നോക്കും. എന്നാൽ ഏറ്റവും അത്യാവശ്യ സാഹചര്യങ്ങളിൽ അവരുടെ സേവനം ആവശ്യമാണെങ്കിൽ അവരെയും ഡ്യൂട്ടിക്ക് നിയോഗിച്ചേക്കാം. അതുപോലെ 6 മാസത്തിനുള്ളിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരെയും, പിന്നെ റിട്ടയർ ചെയ്ത ശേഷം റീഎംപ്ലോയ്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്. അവരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ചില അസാധാരണ സാഹചര്യങ്ങളിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെയും അവിടെയുള്ള ജീവനക്കാരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കാറുണ്ട്. എന്നാൽ അതിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങി വേണം നിയോഗിക്കേണ്ടത്. അതിനിപ്പോൾ നിലവിലുള്ള രീതി തുടരുന്നതാണെന്ന് ഈ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം വന്നിരിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിൽ 3.3 എന്ന പാരഗ്രാഫായി നൽകിയിരിക്കുന്ന വിവരങ്ങളാണ്. ഇതിലധികമായി എന്തെങ്കിലും ഉത്തരവുകൾ സംസ്ഥാനങ്ങൾക്ക് മാത്രമായി വന്നിട്ടുള്ളതായി അറിവിലില്ല. ചില വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നതിൽ മറ്റ് ചില വിഭാഗം ജീവനക്കാരെയും ഒഴിവാക്കിയിട്ടുള്ളതായി കണ്ടു. അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്നറിയാത്തതിനാൽ അത്തരം വിവരങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉത്തരവ് വരികയാണെങ്കിൽ അത് ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇനി പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കുന്ന വിഭാഗം ജീവനക്കാരെക്കുറിച്ചാണ്. ഇപ്പോൾ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന അമ്മമാരായിട്ടുള്ള ജീവനക്കാരുണ്ട്. അവർക്ക് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാകാം. അപ്പോൾ ഓർഡർ സോഫ്റ്റ്വെയറിൽ നമ്മളിത് പ്രത്യേകം കാണിച്ചിരിക്കണം. ലാക്ടേറ്റിംഗ് മദർ എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ ഇവരെ ഉൾക്കൊള്ളിച്ചിരിക്കണം. മറ്റൊന്ന് ഗർഭിണികളാണ്. പിന്നെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ജീവനക്കാരുണ്ട്, ഗുരുതരമായ ഹൃദ്രോഗമുള്ള ജീവനക്കാരുണ്ട്, ഗുരുതരമായ അംഗവൈകല്യമുള്ള ജീവനക്കാർ, ഇവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഇവരുടെ ശാരീരികാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെട്ടിരിക്കണം. അത് സ്ഥാപന മേധാവിയും നോഡൽ ഓഫീസറുമാണ് ചെയ്യേണ്ടത്. അവരിത് കൃത്യമായി പരിശോധന നടത്തി ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് സ്വന്തമായി ബോധ്യപ്പെട്ടിരിക്കണം.
അതിനവർക്ക് ആവശ്യമായ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഈ ജീവനക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇൽനെസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നോഡൽ ഓഫീസർ ഇത് ബോധ്യപ്പെടണം, ഇത് സത്യമാണെന്ന്. അതുപോലെ പങ്കാളികൾ 2 പേർക്കും ഇലക്ഷൻ ഡ്യൂട്ടി വരികയാണെങ്കിൽ വേണമെങ്കിൽ ഒരാൾക്ക് ഒഴിവാകാം. അപ്പോൾ ചിലർ പറയും വേണ്ട, ഞങ്ങൾ 2 പേരും ഡ്യൂട്ടിക്ക് പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നത് വേറൊരു വിഭാഗം. എന്നാൽ ചിലർ പറയും 2 പേർക്കും ഡ്യൂട്ടി ഉണ്ട്, ഒരാളെ ഒഴിവാക്കി തരണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒഴിവാകാം. ഇങ്ങനെ 2 പേർക്കും ഡ്യൂട്ടി വന്നിട്ടുള്ള ജീവനക്കാർക്കും മേൽപ്പറഞ്ഞ ശാരീരികാവസ്ഥ ഉള്ള അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഡ്യൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് ഒഴിവാകുന്നതിന് വേണ്ടി ഇവർ അപേക്ഷ സമർപ്പിക്കണം. ഇത് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? അതായത് ജില്ലാ കളക്ടറുടെ നിയന്ത്രണത്തിലുള്ള ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിലാണ് അപേക്ഷ നൽകേണ്ടത്. അതിനൊരു നിശ്ചിത പ്രൊഫോമയുണ്ട്. ഇതാണ് ആ കാണുന്ന പ്രൊഫോമ. ഈ ഫോം ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ആദ്യം ജില്ല എഴുതുക, അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷയുടെ പേര്, നമ്മുടെ പെൻ നമ്പർ, നമ്മൾ ഏത് തസ്തികയാണോ വഹിക്കുന്നത് ആ തസ്തിക, നമ്മുടെ ഓഫീസിൻ്റെ പേര്, എപ്പിക് നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ, നമുക്ക് ലഭിച്ച ഇലക്ഷൻ ഡ്യൂട്ടിയുടെ അപ്പോയിൻറ്റിംഗ് ഓർഡറിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ്, നിയമനം ലഭിച്ചത് ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കാണ് ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരും നമ്പരും, മുൻകാലങ്ങളിൽ നമ്മൾ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി വഹിച്ചിട്ടുണ്ടോ അതിൻ്റെ വിവരം, എന്ത് ഡ്യൂട്ടി ആയിരുന്നു, പ്രിസൈഡിംഗ് ഓഫീസറായിരുന്നോ ആർഒ ആയിരുന്നോ പോളിംഗ് ഓഫീസറായിരുന്നോ ആ ഒരു വിവരം നമുക്കറിയാമല്ലോ, അതിവിടെ എഴുതുക. ഒഴിവാകുന്നതിനുള്ള കാരണമാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. എനിക്ക് ഏതെങ്കിലും രോഗമാണെന്നുണ്ടെങ്കിൽ ആ രോഗം, അല്ലെങ്കിൽ ഞാൻ ഡിഫറൻ്റ്ലി ഏബിൾഡാണ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു വിവരം, അങ്ങനെ ഒഴിവാകുന്നതിനുള്ള കാരണം എഴുതുക. അടുത്തത് ആരോഗ്യപരമായ കാരണം കൊണ്ടാണെങ്കിൽ ചികിത്സയുടെ വിവരം എഴുതണം. ഇപ്പോൾ ഡയാലിസിസ് നടത്തുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്നുള്ള ആ വിവരം എഴുതണം. ഇനി പങ്കാളിക്ക് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിച്ചതാണ് കാരണമെങ്കിൽ പങ്കാളിയുടെ നിയമന ഉത്തരവിൻ്റെ നമ്പരും തീയതിയും മണ്ഡലവും. അപ്പോൾ ഹസ്ബൻഡിനെ ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ, അല്ലെങ്കിൽ വൈഫിനാണെങ്കിൽ വൈഫിന് ഏത് ഉത്തരവ് പ്രകാരമാണ് ഡ്യൂട്ടി ലഭിച്ചിരിക്കുന്നത്, ഏത് മണ്ഡലത്തിലേക്കാണ് ആ ഉത്തരവിൻ്റെ തീയതി കൂടി രേഖപ്പെടുത്തുക. അതിനുശേഷം മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എൻ്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം സത്യവും ശരിയുമാണ് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ ഒരു ഡിക്ലറേഷൻ അവിടെ ഒപ്പിടുക. ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് ഉള്ളടക്കം ചെയ്യണം. ഈ അപേക്ഷ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിച്ച ജില്ലയിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുമ്പാകെയാണ് സമർപ്പിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിലെ ഓഫീസറുടെ ഡിസിഷനാണ്. ആ ഡിസിഷൻ ഇവിടെ രേഖപ്പെടുത്തുക. ഇത് നമുക്ക് ചെയ്യാനുള്ളതല്ല. അപ്പോൾ ഇത്രയുമാണ് ആ ഫോം എന്ന് പറയുന്നത്. ഈ ഫോം വളരെ സിമ്പിളായിട്ട് നമുക്ക് പൂരിപ്പിച്ചെടുക്കാൻ കഴിയും. ഈ പ്രൊഫോമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ പ്രൊഫോമയിൽ വേണം അപേക്ഷ തയ്യാറാക്കി ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിലേക്ക് സമർപ്പിക്കേണ്ടത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, വില്ലേജ് ഓഫീസിൽ കൊടുത്താൽ പോരെ, താലൂക്കിൽ കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. എന്നാൽ അതല്ല, അതിൻ്റെ ശരിയായ രീതി ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിൽ തന്നെ കൊടുക്കണം. ജില്ലാ കളക്ടറായിരിക്കും ആ ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന ഒരു സബ് കളക്ടർ. ഈ അപേക്ഷ എന്നാണ് സമർപ്പിക്കേണ്ടത്? ആദ്യ പരിശീലന തീയതിക്ക് മുമ്പ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവനുസരിച്ച് 24/3/26 ഈ മാസം മാർച്ച് 24 ഫസ്റ്റ് ഫേസ് ട്രെയിനിങ് നടക്കുന്നത്. ആ ട്രെയിനിങ്ങിന് മുമ്പായിട്ട് ഈ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. അതിനോടൊപ്പം എന്തൊക്കെ ഉണ്ടാവണം? നിയമന ഉത്തരവുണ്ടാകണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള അനുബന്ധ രേഖകളെല്ലാം കൂടി ചേർത്താണ് ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ജില്ലാ കളക്ടറാണ് അതിൻ്റെ ചെയർപേഴ്സൺ. അതിലെ അംഗങ്ങളായിട്ടുള്ളത് DMO അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ ഓഫീസർ, അതുപോലെ തന്നെ ഇലക്ഷൻ മാൻപവർ മാനേജ്മെൻറ്റിൻ്റെ ജില്ലാ നോഡൽ ഓഫീസർ ഉണ്ടാകും. മറ്റൊരാൾ ഓർഡർ സോഫ്റ്റ്വെയറിൻ്റെ ജില്ലാ നോഡൽ ഓഫീസറാണ്. പിന്നെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ. ഇങ്ങനെ ജില്ലാ കളക്ടറും 4 അംഗങ്ങളും ഉൾപ്പെടുന്ന ജില്ലാ ഓർഡർ സെല്ലിലാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓർഡർ സെല്ല് എന്ത് ചെയ്യണം? 27-ാം തീയതിക്ക്, അതായത് മാർച്ച് 27-ാം തീയതിക്ക് മുമ്പ് ഇതിലൊരു തീരുമാനമെടുക്കണം. അതിനുശേഷം സെക്കൻഡ് റാൻഡമൈസേഷൻ, അത് നടക്കുന്നത് 30-ാം തീയതിയാണ്. സെക്കൻഡ് റാൻഡമൈസേഷന് മുമ്പായി ഈ ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ DO ഓഫീസിലെ, ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറുടെ ഓഫീസിലെ നോട്ടീസ് ബോർഡ്, DOയുടെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ വെബ്സൈറ്റ് എന്നിവയിൽ പ്രസിദ്ധീകരിക്കണം. ഇതല്ലാതെ ചില അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ ചിലർക്ക് ഒഴിവാകേണ്ടി വരും. ഇപ്പോൾ അടുത്ത ബന്ധുവിൻ്റെ ഒരു മരണം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഹെഡ് ഓഫ് ദ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ നോഡൽ ഓഫീസറുടെയോ സാക്ഷ്യപ്പെടുത്തലോടുകൂടിയുള്ള അപേക്ഷ ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിൽ സമർപ്പിക്കണം. ഈ രീതിയിൽ ഒഴിവാക്കപ്പെടുന്നതിനായി സമർപ്പിക്കുന്ന അപേക്ഷയിൽ സത്യവിരുദ്ധമായ കാര്യങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളിക്കാൻ പാടില്ല. അങ്ങനെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടി ആരംഭിക്കും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ശിക്ഷണ നടപടികൾക്ക് ഇവർ വിധേയരാകേണ്ടി വരും. അത് ജീവനക്കാരായാലും നോഡൽ ഓഫീസറായാലും ഹെഡ് ഓഫ് ദ ഓഫീസറായാലും
ആരായാലും ഈ രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള മാൽ പ്രാക്ടീസ് നടക്കുന്നതിന് കൂട്ടുനിന്നതായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെയും ഈ രീതിയിൽ നിയമ നടപടികളുണ്ടാകും. പിന്നെ പബ്ലിക്കിനെല്ലാം ബാധകമായ ഒരു കാര്യം, ഇലക്ഷനെതിരെ ഏതെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്ന് കമൻറ്റുകൾ ഇടുക, അങ്ങനെയുള്ളതിനെല്ലാം ഈ രീതിയിൽ പ്രത്യേകിച്ചും ജീവനക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ചും ആ രീതിയിലുള്ള ശിക്ഷണ നടപടികൾ ഉറപ്പായിട്ടും ലഭിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ഷനെതിരെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ ഒന്നും തന്നെ മോശമായി പറയാൻ പാടില്ല. അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും വർക്കിംഗ് ക്ലാസ്സിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പരമാവധി ഈ വിവരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.